നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതി നടുവിൽ ഞാൻ നരകത്തീന്നെന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ഈ നരകത്തീന്നെന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അല്ല മോളെ കണ്ടില്ലല്ലോ എന്നും വല്യമ്മ വിചാരിച്ചതേ ഉള്ളൂ. എന്തു പറ്റി? ഇങ്ങനെ ഒരു വല്യമ്മ ഇവിടെ കിടപ്പുണ്ടെന്നും വല്ലപ്പോഴും ഓർക്കണ്ടായോ? ഇവിടെ ആരാ വല്യമ്മ? അമ്മമ്മക്ക് ഇപ്പോഴും ചെറുപ്പമല്ലേ? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ചെറുപ്പക്കാരിയും സ്മാർട്ടും അമ്മമ്മ തന്നെയാ. സത്യം പറഞ്ഞ എനിക്ക് പോലും അമ്മമ്മ ഒരു പ്രചോദനമാണ്. ദേ കളിയാക്കല്ലേ കളിയാക്കല്ലേ. പക്ഷേ ഇല്ലാത്ത പ്രായം അഭിനയിക്കുന്ന ഒരാളുണ്ട്, അമ്മമ്മയുടെ കൊച്ചുമുൻ. ചില നേരത്തെ ഭാവം കണ്ട അമ്മമ്മയെക്കാളും പ്രായമുണ്ടെന്ന് തോന്നും. ചുമ്മാ അവൻ കള്ളനല്ലേ മോളെ, നീ അതൊന്നും കണ്ട് വരലണ്ട. കുറച്ച് കള്ളത്തരം ദാ ഈ രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിക്കണം. പിള്ളേ, എന്നെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവമാനിക്കരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചു വന്നപ്പോ അതിന് വല്ല ചായയോ കാപ്പിയോ കൊടുക്കുന്നതിന് പകരം, അല്ല മോളെ, ഈ വർക്ക് സൈറ്റിൽ ഒരു സൂപ്പർവൈസറുടെ ആവശ്യമുണ്ടെങ്കിൽ പറയാം. എനിക്കിപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. തൽക്കാലം ഒരു ആവശ്യമില്ല അമ്മാവ. അമ്മമ്മ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ വാ വാ. അമ്മയും മോളും കൂടി എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ചായ ഉണ്ടാക്കണോ കാപ്പി ഉണ്ടാക്കണോ എന്ന് ആലോചിക്കായിരുന്നു മോളെ. അല്ല, എത്ര ദിവസമായി ഈ വഴി കണ്ടിട്ട്? ഓ എന്തൊരു സ്നേഹം! കാശ് കിട്ടുന്നതിന്റെ സ്നേഹമാ. ദേ, നിങ്ങൾ വെറുതെ എന്റെ വായി കോലിട്ടിളക്കരുത്. ഇവർ ഒരു ദിവസമെങ്കിലും എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടോ മോളെ? ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. അമ്മമ്മ എനിക്ക് കുറച്ച് പൈസ തന്നത് എല്ലാവർക്കും അറിയാലോ. കുറച്ചല്ല, 5 ലക്ഷം. ഒരു വലിയ ബിസിനസ് നടത്തുന്നവർക്ക് അത് കുറച്ചേ ഉള്ളൂ. എന്നാലും നമുക്കത് വലുതാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാൻ പോവാ. കൊടുത്തിട്ട് എന്താ പ്രയോജനം? അമ്മമ്മ അത് കൊണ്ടുപോയി വല്ല ചാണകക്കുഴിയിലും കുഴിച്ചിടും. ഇനി അങ്ങനെ കുഴിച്ചിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡ്രാഫ്റ്റ് ആയിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് വേണ്ട മോളെ, നീ തന്നെ വെച്ചോ. എന്റെ വിഷ്ണുവിന് ഞാൻ കൊടുത്ത പൈസയാ. അത് അവന്റെ ഭാവിക്ക് വേണ്ടിയാ. അത് നീ മനസ്സിൽ വെച്ചാ മതി. വീച്ചേട്ടന്റെ ഭാവിക്കുള്ളത് ഞാൻ വേറെ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് അമ്മൂമ്മയുടെ പൈസയാ. ഈ ഡ്രാഫ്റ്റ് മാറാൻ അമ്മൂമ്മ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. എന്നിട്ട് ഇനിയുള്ള സമ്പാദ്യങ്ങളൊക്കെ അതിൽ മതി. നമ്മൾ പഴയ ആളല്ലേ മോളെ. എനിക്ക് ഈ ബാങ്കിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അവന്മാരടിച്ചു മാറ്റിയാ പോയില്ലേ, നമ്മളെ ആരോട് ചോദിക്കും? നീ ഇത് കടലാസായിട്ട് തരാതെ കാശായിട്ട് തന്നെ തന്നാ മതിയായിരുന്നു. അയ്യോ അമ്മൂമ്മേ, 5 ലക്ഷം രൂപ കാശായിട്ട് തരാൻ പാടില്ല. നിയമം അനുസരിച്ച് 20,000-ൽ കൂടുതൽ കാശ് കൈമാറ്റം ചെയ്യാനേ പാടില്ല. പോലീസ് പിടിച്ചാലേ അപ്പ അകത്താവും. ആന്നോ? എന്റെ ആഞ്ജനേയ, ഈ മുടിഞ്ഞ നിയമങ്ങൾ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മൂമ്മ ഇതെടുത്ത് ബാങ്കിൽ പോയാൽ മതി. ഒരു അക്കൗണ്ട് തുടങ്ങണം. ബീച്ചേട്ടനോട് പറഞ്ഞാൽ വേണ്ടത് ചെയ്തു തരും. ആ ദാ മോളെ. ആ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർക്കാ അല്ലേലും ദൈവം കൈ അയച്ചു കൊടുക്കുന്നത്. എന്നെ പോലുള്ള പാവങ്ങള് എത്ര കടന്നു മെടച്ചാലും അത് കാണാൻ ദൈവത്തിന് പോലും കണ്ണില്ല. ദൈവത്തിന് നിന്റെ മനസ്സ് വരെ കാണാടി, അതാ കുഴപ്പം. തള്ളേ, എന്റെ മനസ്സിന് ഒരു കുഴപ്പമില്ല, പറഞ്ഞേക്കാം. എന്റെ മോളെ, ഞാനായിട്ടാ ഇവരുടെ കൂടെ ഇങ്ങനെ പുറത്തു പോകുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മോളെ, ഇവള് കേട്ടിട്ടില്ലേ, സ്റ്റൗ പൊട്ടിത്തെറിച്ചു പാത്രം വീണ് പൊള്ളിന്നൊക്കെ. അതൊക്കെ സംഭവിച്ചേനെ. കുറ്റമല്ല, നമ്മൾ ചെയ്തു പോവും. ഞാൻ ഇറങ്ങട്ടെ അമ്മൂമ്മ. ശരി മോളെ. വനജെ, പോയിട്ട് വരാം. അമ്മയോടും കൂടെ.
അമ്മൂമ്മ ഈ കാശ് എന്ത് ചെയ്യാൻ പോവാ? അവര് കൊണ്ടുപോയി കുഴിച്ചിടും. അത് ചെതലരിച്ചാലും വേറെ ആർക്കും പ്രയോജനപ്പെടരുതല്ലോ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെല്ലാം കൂട്ടം ആവശ്യമുള്ളതാ. ചെലവുപിള്ളേ, എത്രയും വേഗം അക്കൗണ്ട് തുടങ്ങണം. തനിയെ പോകാൻ പറ്റിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാം. അക്കൗണ്ട് തുടങ്ങാൻ എളുപ്പമാ, എന്നാലും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് 3 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. ദേ ഒരു കാര്യം ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ഈ കാശ് ഞാൻ വിഷ്ണുവിന് വേണ്ടി സമ്പാദിച്ചതാ. ഇത് അവനെ കൊടുക്കും. ഇതാ മോനെ, അമൃത കൊണ്ടുവന്ന 5 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ്. ഇത് നിനക്ക. എനിക്ക് വേണ്ട അമ്മൂമ്മേ. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അമ്മൂമ്മ സ്വരുക്കൂട്ടി വെച്ച കാശ. അത് അമ്മൂമ്മയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം, വെറുതെ കളയണ്ട. എന്റെ അധ്വാനം നിനക്ക് വേണ്ടിയാ മോനെ. അമ്മുമ്മയ്ക്ക് ഈ പ്രായത്തിൽ ഇനി എന്തു സുഖിക്കാനാ? എനിക്ക് വീട്ടിലുടുക്കാൻ 2 മുണ്ടും തോർത്തും വേണം. പുറത്തു പോകാൻ 2 മുണ്ടും നേരിയതും വേണം. ഒരു കൊടയും ഒരു ചെരുപ്പും ഉണ്ടെങ്കിൽ ചെല്ലമ്മ പിള്ളയ്ക്ക് പരമസുഖം. വയറ്റിലോട്ട് ചെല്ലാനുള്ളത് പിന്നെ ഇവിടെ 10,000 പേരും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഞാനുണ്ണു. ഓ, എനിക്കിപ്പോ 1-2 നേരം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല മരുമകളെ. എന്നിട്ടാ അടുക്കളയിൽ കയറി കാപ്പിപ്പൊടി കട്ടുവാരുന്നത്. അതെ, എന്റെ വിഷ്ണുമോൻ അന്വേഷിച്ച് അധ്വാനിച്ച് കൊണ്ടുവരുന്ന കാശ. അതിന് നിനക്ക് ഛേദമൊന്നുമില്ലല്ലോ. മിണ്ടായിരിക്കട്ടെ ഇവിടെ. ഇനി അമ്മയും അമ്മൂമ്മയും കൂടി ഇതിൻ്റെ പേര് ഇവിടെ വഴക്കൊന്നും വേണ്ട. എനിക്ക് ഈ പൈസ വേണ്ട. പിന്നെ വേണമെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഈ പൈസ എൻ്റെ പെങ്ങന്മാർക്ക് പകുത്തു കൊടുക്കാം. കാരണം അവർക്കാണല്ലോ ഇപ്പോൾ പൈസയ്ക്ക് വലിയ അത്യാവശ്യം. അതെന്താടാ നിന്റെ പെങ്ങന്മാർക്ക് മാത്രം? നിന്റെ തള്ളക്ക് വേണ്ടായോ? ഈ കണ്ട കാലം അത്രയും ഈ വീട്ടിൽ വെച്ച് വിളമ്പി അടിച്ചു തളിച്ച് നിന്നെയൊക്കെ വളർത്തിയെടുത്ത് എനിക്ക് 5 പൈസ തരണമെന്ന് എനിക്കില്ലല്ലോ. എന്റെ ഗുരുവായൂരപ്പ, എന്നെ അങ്ങ് എടുത്തോണേ. എന്റെ മോൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നാ പിന്നെ അമ്മൂമ്മ 4 ഭാഗിക്ക്, എന്നിട്ട് അമ്മയ്ക്കും കൊടുക്ക്. അപ്പൊ നിനക്ക് വിഷ്ണു, എനിക്കുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടായിക്കോളാം. എടാ, ഒരു കാലത്ത് നിനക്ക് അധ്വാനിക്കാൻ പറ്റാതെ വരും. അന്ന് നിന്നെ ഇവളുമാര് നോക്കണമെങ്കിലേ നിന്റെ കയ്യിൽ എന്തെങ്കിലും 4 കാശ് വേണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, എനിക്ക് വയ്യാണ്ടാവുന്ന കാലത്ത് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പെങ്ങന്മാർക്കൊരു ഭാരമാവത്തില്ല, അതുറപ്പാ. അമ്മൂമ്മയ്ക്ക് എന്താ ഇത്ര വാശി? കൊച്ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ കൊച്ചേട്ടൻ എന്തിനാ കാശ്? കല്യാണം കഴിച്ചിട്ടില്ല. ഇനി കഴിക്കുമ്പോ നല്ല സ്ത്രീധനം ചോദിച്ചു വാങ്ങിയ പോരെ? അത് ശരിയാണല്ലോ. നീ വലിയ ബുദ്ധിമതിയാണല്ലോ. വെറുതെ അല്ല നിന്റെ ഭർത്താവ് 4 കാലം പൊക്കി തെക്കേ പൊരയിടത്തിലെ മതിൽ ചാടി ഓടിയത്. വനജയ്ക്ക് കൊടുക്കുന്നത് 2 ഭാഗിക്കണം, ഒരു ഭാഗം എനിക്കാം. അത് ഏത് വകയില രാമകൃഷ്ണ? എന്റെ മോന്റെ വകയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്റെ മോനെ കൊണ്ടുപോവാ. നീ കൊണ്ടേ പോവും. ഞാനത് നീ വന്നു കയറിയ ദിവസം തന്നെ മനസ്സിൽ കണ്ടതാ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഏതായാലും ഇനി ഇതിനെപ്പറ്റി ആരിവിടെ ഒന്നും സംസാരിക്കണ്ട. എന്റെ കാശ, ഇതെന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ ഈ പുരയിടത്തിലെ ചൂട്ടും കൊതുമ്പും വിറ്റ് കിട്ടിയ കാശല്ലയോ? അപ്പൊ ഇത് കുടുംബ സ്വത്ത് തന്നെ. വീണ് കിടന്ന് ചെതലെടുത്ത് പോയേണ്ടതൊക്കെ എടുത്തു സൂക്ഷിച്ച് വിറ്റതൊക്കെ ഞാനാണല്ലോ. അപ്പൊ ഇത് കുടുംബ സ്വത്തല്ലടാ രാമകൃഷ്ണ. ഇനി ആണേ നീ ചെന്ന് കേസ് കൊടുക്കടാ. വിഷ്ണു സമ്മതിച്ചതല്ലേ? ഇനി അവർക്കതങ്ങ് വീതിച്ചു തന്നാലെന്താ? അതെ, 5 ലക്ഷം രൂപ. അമ്മൂമ്മ എന്താ ആലോചിക്കുന്നത്? എങ്ങനെ ആലോചിക്കാതിരിക്കും? നീ എന്റെ തലയിൽ ഒരു കല്ല് തൂക്കിയിട്ടില്ലേ? ഞാൻ അമ്മൂമ്മയുടെ തലയെ കല്ല് തൂക്കിയിട്ടോ? എപ്പോ? നീ രാവിലെ എന്നോട് പറഞ്ഞില്ലേ, അമൃത തിരിച്ചു തന്ന 5 ലക്ഷം രൂപ നിന്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും എല്ലാം വീതിച്ചു കൊടുക്കാൻ.
ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് നിനക്ക് അറിഞ്ഞൂടാ. എത്രയോ വർഷങ്ങളെടുത്തു. തേനീച്ച ഓരോ തുള്ളി തേൻ എടുത്തോണ്ട് വന്ന് ശേഖരിച്ചു വെക്കുന്നത് പോലെ 10 രൂപയും 20 രൂപയും ചേർത്താ ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. എന്തിനാ? നിനക്ക് തരാൻ. ഞാൻ ചാവുന്നതിന് മുമ്പേ നീ നല്ല നിലയിൽ എത്തിക്കാണാൻ. ഇപ്പോ നിനക്കത് വേണ്ട. പൈസ അമൃതയുടെ കയ്യിൽ ഇരുന്നപ്പോ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? പൈസ എൻ്റെ കയ്യിൽ വന്നു. ഈ വീട്ടിലെല്ലാരും അറിയുകയും ചെയ്തു. അതോടെ എൻ്റെ മനസമാധാനവും പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. അമ്മൂമ്മ എന്തിനാ പണത്തിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നേ? എടാ മണ്ടൂസേ, പണം ഇല്ലാത്തവൻ പിണം. എല്ലാ ബന്ധങ്ങളുടെയും ബലം പണത്തെ ആശ്രയിച്ച കൂടുന്നതും കുറയുന്നതും. ഞാൻ ശരിക്കും പണത്തെ അല്ല സ്നേഹിക്കുന്നത്, നിന്നെയാ. പണം ഇല്ലാതാവുന്ന സമയത്ത്, പ്രായമാവുന്ന കാലത്ത് നിന്റെ പെങ്ങന്മാരും അവരുടെ മക്കളും നിന്നെ ഇട്ട് തട്ടും. അങ്ങനെ നടക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ഞാൻ ഈ പണം നിനക്ക് വേണ്ടി കരുതി വെച്ചത്. അമ്മൂമ്മ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യണം. ഉം. വലിയ മനസ്സ് കാണിക്കണം. ഈ തുക വിമലേശയ്ക്കും വനജയ്ക്കും വിനീതയ്ക്കും അമ്മയ്ക്കുമായി വീതിച്ചു കൊടുക്കണം. അവരുടെ 4 പേരുടെയും ദുഃഖത്തിന് കാരണം ഇല്ലായ്മയാണെന്ന് അമ്മൂമ്മയ്ക്ക് അറിയാലോ. അമ്മൂമ്മ പണം എനിക്ക് തന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ പൊന്നമ്മൂമ്മയല്ലേ, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം. അത് ശരിയാവില്ല. സച്ചിദാനന്ദ സാറിന്റെ വീട് ഇതല്ലേ? അതെ, കേറിയോ പെങ്ങളെ, ധൈര്യമായിട്ട് പോരെ. ഞങ്ങളെ ആരും ഒട്ടും പേടിക്കണ്ട. അച്ഛനെ ഒന്ന് വിളിക്കാവോ? അയ്യോ, സച്ചിദാനന്ദ മാമന്റെ മോളാണോ? ദൈവമേ, എടാ വിനോദേ, നമ്മുടെ മുറപ്പെണ്ണാടാ. നോക്കി നിൽക്കാതെ നീ ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ. മോളി കയറി വാ. മോക്ക് ചായ വേണോ കാപ്പി വേണോ? അച്ഛനെ ഇവിടെ ഇല്ലേ? ഉണ്ടെന്നേ, അതല്ലേ പറഞ്ഞത് അകത്തോട്ട് കയറി നോക്കാൻ. ഈ മോക്ക് ഒട്ടും ധൈര്യമില്ല. ഇനി നമ്മൾ തൂക്കിയെടുത്തോണ്ട് പോണോ? ഞാൻ പോവാ. അതെന്താ മോളെ, ചേട്ടന്മാരെ കണ്ട് പേടിച്ചിട്ടാണോ? ഞങ്ങളെന്താ കടുവ മറ്റാണോ പിടിച്ചു തിന്നാൻ? കേറിയിരിക്കേ, രണ്ട വിനോദ് കാപ്പിയിട്ട് തരും. നമുക്ക് ജോളിയായിട്ട് കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാം. നിക്കേ. നീ എന്താ ഇവിടെ? ഞാൻ അച്ഛനെ കാണാൻ. അത് ശരി, അപ്പൊ അമ്മാവൻ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങി പോന്നതല്ലയോ? വെറുതെ അല്ല, ഒരു കള്ളലക്ഷണം. എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മാവനെ ഭാര്യ അടിച്ചിറക്കി വിട്ടതാ. ദൈവമേ, ഇങ്ങനെ ഒരു മുരടൻ ഇങ്ങനെ എങ്ങനെ സഹിക്കുന്നു? നീ വാ. അമ്മാവോ, ഇതെന്തൊരു പോക്കാ? മോളെ ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് പോയിക്കൂടായോ? അമ്മാവോ, മോള് സുന്ദരിയാ കേട്ടോ. ഞാൻ വീട്ടിൽ പറയട്ടെ? ഇവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാനോടുണ്ട്. കഥക്ക് തുറക്കമ്മാവാ, ഒന്ന് കണ്ടോട്ടെ. തുറക്കമ്മാവാ, ഞങ്ങളൊന്ന് ശരിക്കും കണ്ടോട്ടെ. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇങ്ങനെ എന്നെ അന്വേഷിച്ച് നീ എല്ലായിടത്തും വരേണ്ട കാര്യം എന്താ? ഇപ്പൊ തന്നെ ഞാൻ കുറെ താമസിച്ചിരുന്നെങ്കിൽ. ഓ, അവര് വെറുതെ എന്നെ വട്ടിളക്കാൻ കളിയാക്കിയതാ. ഞാൻ സ്കൂളിൽ പോകുമ്പോ വഴി നിൽക്കുന്ന ചില അലവലാദികൾ എന്തൊക്കെയാ പറയുന്നത്, അതൊന്നും അച്ഛൻ കേൾക്കുന്നില്ലല്ലോ. ഓ പിന്നെ എന്റെ പൊന്നു മിന്നു, നിനക്ക് അറിഞ്ഞുകൂടാ, കാലം വല്ലാത്തതാ. സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. എന്നാലും അച്ഛൻ വന്ന് കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. വെറുതെ അവരെ കുറ്റം പറയുന്ന എന്തിനാ?
അച്ഛന് കുറച്ചുകൂടെ നല്ല സ്ഥലം നോക്കിയാ പോരായിരുന്നോ? എൻ്റെ പോക്കറ്റിന് പറ്റുന്നതല്ലേ പറ്റൂ. അല്ല, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ സ്കൂളിൽ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അച്ഛനെ കാണണമെന്ന് തോന്നി വന്നു. അങ്ങനെ നീ കാണണമെന്ന് തോന്നുമ്പോഴൊന്നും വരണ്ട, അത് ശരിയല്ല. പിന്നെ എനിക്ക് അച്ഛനെ കാണണ്ടേ? വേണ്ട. അങ്ങനെ കാണണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ നിന്റെ അമ്മ നമ്മളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. അതുകൊണ്ട് വേണ്ട, മേലിൽ നീ ഇവിടെ വരണ്ട. അഥവാ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കണ്ടോളാം. അല്ലേലും അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആദ്യം അച്ഛൻ അമ്മയെ വേണ്ടാതായി, ഇപ്പൊ എന്നെയും വേണ്ട. എന്റെ മോൾ അങ്ങനെ പറയരുത്. ദേ, സ്നേഹക്കൂടുതൽ കൊണ്ട് അച്ഛനത് പറയുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. മോളെ, എന്താ ഇത്? കരയാതെ. ബാക്കിയുള്ളവള് 10-20 വയസ്സിൽ ഈ വീട്ടിൽ വന്ന് കയറിയതാ. സുഖം എന്തോന്ന് അറിഞ്ഞിട്ടില്ല. വന്ന കാലത്ത് മുതല് നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ വയ്യാതെ കിടന്നാലും ഞാനേ കാണൂ. തീട്ട എടുക്കാനും മൂത്രം എടുക്കാനും വേറെ ആരായിരിക്കുന്നേ? അതെങ്കിലും ഓർക്കണം. ആ കൊച്ചു കൈ കൊണ്ടുവന്ന് വെച്ച് തരുമ്പോഴാ ജീവിതത്തിൽ 10,000 രൂപ ഒന്നിച്ച് കണ്ടത്. അതുകൊണ്ടൊരു പശുവിനെ വാങ്ങിക്കാനും ഒത്തു. വാങ്ങിച്ചാലും ആർക്കാ? എനിക്കതാണ്ട് സമ്പാദിക്കാനാണോ? 2 മുണ്ടും നേരിയതുണ്ടെങ്കിൽ എനിക്ക് പരമസുഖമാ. നീ എന്തിനാ സരസമ്മേ മൂക്കി തൊടാൻ വളഞ്ഞു കുത്തുന്നത്? അമ്മയോടാ ഞാൻ പറയുന്നേ. ഏ, ആരാ? അമ്മ. അയ്യോടി മരുമകളെ, അമ്മായി അമ്മ അങ്ങ് പൊങ്ങിപ്പോയല്ലോ. കല്യാണം കഴിച്ച് കേറി വന്ന് 5-6 മാസം കഴിഞ്ഞ പിന്നെ നീ അങ്ങനെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോടി. ഒന്നുകൂടെ വിളിച്ചേ, കേക്കട്ടെ. അമ്മ. അയ്യോ, ഓ, അയ്യോ. വിളിച്ചിട്ടില്ലെങ്കിലേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പാ. എന്നോട് പോരെടുത്തൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്റെ പൊന്നു സരസമ്മേ, നീ എന്നെ തള്ളേന്ന് വിളിച്ചാ മതി. എനിക്ക് അതാ കേട്ട് ശീലം. അമ്മേന്ന് നീ മധുരമായിട്ട് നീട്ടി വിളിച്ച എനിക്ക് വല്ല പഞ്ചാരയുടെ അസുഖം വന്ന് ഞാൻ ചത്തുപോകും. ഇതാ പ്രകൃതം. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും കിയോ കിയോ. അതിന് നീ വളർത്താൻ പിടിക്കാറില്ലല്ലോടി. നീ പറയടി, കേക്കാൻ നല്ല രസമാ. പറ. ആ, ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ലല്ലോ ഞാനെന്തോ പറയാനാ? ഞാനൊരു മണ്ടി. എനിക്കും ആകാമായിരുന്നു കൊതുമ്പും ചൂട്ടും പാത്തു വെച്ച് വിറ്റ് കാശാക്കാൻ. അടുക്കളയിലെ കാര്യം നോക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും അത് പറ്റത്തില്ല. നമ്മൾ കിട്ടുന്ന കാശൊക്കെ പിള്ളേരുടെ എന്തെങ്കിലും ആവശ്യത്തിനെടുക്കും. പിള്ളേരുടെ ആവശ്യം പെറ്റ വയറിനല്ലേ മനസ്സിലാവൂ. അത് നേരാ. പിള്ളേരുടെ ബാധിക്ക് വേണ്ടതും കൂടെ പെറ്റ വയറ് കരുതി വെക്കണം. നിങ്ങൾ അല്ലെങ്കിൽ അതേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ വിധിയാ. കള്ളു കുടിച്ച് കെട്ടിയോ നേരത്തെ എത്തും. പിന്നെ ഈ പിള്ളേരെയൊക്കെ വളർത്തി ഒരു കരയ്ക്കെത്തിച്ചു. എന്നിട്ടും എനിക്ക് ഇന്ന് വരെ ഒരു നല്ല പായെ കിടക്കാനുള്ള യോഗമില്ല. എൻ്റെ വിധിയാ. അല്ലടി സരസമ്മേ, നീ എന്തോന്നാ പറഞ്ഞോണ്ട് വരുന്നത്? കൊച്ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ കുടുംബത്തിലെ ആദായം എടുത്തിട്ടല്ലയോ നിങ്ങൾ കാശുണ്ടാക്കിയത്? വയസ്സുകാലത്ത് നിങ്ങൾക്ക് എന്തിനാ കാശ്? ആവശ്യമുള്ള കാലത്ത് ഞങ്ങൾക്ക് തന്നാ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ദേ, ഈ വീടൊന്ന് നോക്കിയാട്ടെ. ഇവിടെ ഒരു നല്ല കസേരയുണ്ടോ? കട്ടിലുണ്ടോ? മെത്തയുണ്ടോ? അല്ല, നിനക്ക് ഈ കാശിന്റെ പലിശ 10,75,000 രൂപ തന്നല്ലോ അമൃത. അത് നീ എന്തോ ചെയ്തു? അത് വേറെ. അത് ഈ ഇനത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. അമ്മയുടെ കാശിന്ന് അമ്മ എനിക്ക് എന്തെങ്കിലും തരണം. അതെന്റെ ഒരു വലിയ ആശയം. നിന്നെ കാശേപ്പിക്കാൻ എനിക്ക് പേടിയാ സരസമ്മേ. ഒന്നാമത് നിനക്ക് സൂക്ഷിക്കാൻ അറിയില്ല. നീ വല്ല ഉലുവ പാട്ടയിൽ ഇട്ടു വയ്ക്കും. നിന്റെ ആങ്ങള അതെടുത്തോണ്ട് പോയി കള്ളു കുടിക്കും. രണ്ടാമത് കൈ കാശ് കിട്ടുമ്പം നിന്റെ വിധം അങ്ങ് മാറും. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. 5 രൂപ കൈ തന്നിട്ടായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അല്ലേലും നിങ്ങൾ അങ്ങനെ. ഷോ, ഈ മനസ്സ് മുഴുവൻ ക്രൂരതയാ. അമ്മൂമ്മേ, അമ്മൂമ്മയുടെ അടുത്ത് അമ്മ വന്ന് വലിയ ലോഹ്യം കൂടുന്നുണ്ടല്ലോ. എന്തുവായിരുന്നു? അവൾ എന്റെ മരുമകളല്ലേടി. അവക്ക് എന്നോട് ലോഹ്യം കൂടണമെങ്കിൽ അതും കൂടും, വഴക്കിടണമെങ്കിൽ അതും ചെയ്യും. കാശ് കണ്ടെന്റെ സ്നേഹമാ, അല്ലാതൊന്നും അല്ല. എന്നാലും അവളുടെ ഉള്ളിൽ കുറച്ച് സ്നേഹമുണ്ട് എന്റെ വനജയെ, അതെനിക്കറിയാം.
അവളൊരു പാവ, വിവരവും ഇല്ല, ബുദ്ധിയും ഇല്ല, പെരുമാറാനും അറിയത്തില്ല. എന്ന് വെച്ച് അവക്ക് സ്നേഹമല്ലെന്ന് നീ പറയരുത്, അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല. അമ്മുമ്മേ കുറച്ച് വർത്താനം പറഞ്ഞ് സുഖിപ്പിച്ചപ്പം അമ്മുമ്മ അങ്ങലിഞ്ഞു. അതൊന്നും അല്ലടി, എനിക്കറിയാം അവളുടെ മനസ്സ്, നിന്റെ മനസ്സും എനിക്കറിയാം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ അമ്മുമ്മേ? ഞാൻ അമ്മുമ്മയുടെ പൈസ മോഹിച്ചു വന്നെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് അമ്മുമ്മയുടെ പൈസ ഒന്നും വേണ്ട. ആ പിന്നെ കൊച്ചേട്ടൻ ഞങ്ങൾക്കെല്ലാം കൂടെ തരാൻ പറഞ്ഞോണ്ടാ ഞാനിത് പറയുന്നത്. നീ പറയടി. അല്ല, അമ്മുമ്മയ്ക്ക് അറിയാമല്ലോ, കൂട്ടത്തില് ക്ഷീണം എനിക്കല്ലയോ. വിമലേച്ചിക്ക് വീടും അത്രയും സ്ഥലവും കിട്ടി. എനിക്കാണെങ്കിൽ ഈ വീട് തരാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഈ വീട് കിട്ടിയിട്ട് എന്തോ അമ്മുമ്മേ കാര്യം? ആ ഇനിയിപ്പോ ഇത് പൊളിച്ചു പണിയണേ തന്നെ എത്ര രൂപ വേണം? നിനക്ക് താമസിക്കാൻ വീട് വേണം. ഇത് നീ ജനിച്ചു വളർന്ന വീട്, ഇത് എന്തിനാടി പൊളിച്ചു പണിയുന്നത്? ഇതൊരു വീടാണോ? ചുറ്റുപാടുള്ള വീടൊക്കെ അമ്മുമ്മ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. നല്ല വീടൊക്കെ നല്ലത് തന്നെ, പക്ഷേ വീടിന്റെ വലുപ്പത്തിലൊന്നും അല്ലടി കാര്യം. അതിനകത്തുള്ള സമാധാനത്തിലും സന്തോഷത്തിലുമാണ് കാര്യം. വലിയ വീടും വെച്ച് കടവും കയറി ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്നവരെക്കാൾ ഭാഗ്യം ചെയ്തവരാ നമ്മളൊക്കെ. എന്നാലും വീട് എനിക്കാണെങ്കിൽ എനിക്കിത് നല്ലോണം പുതുക്കി പണിയണം. അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും നല്ല ഒരു മുറി, പിന്നെ അപ്പൂന് ഇരുന്ന് പഠിക്കാനൊരു മുറി. അതിന് ഇപ്പോഴത്തെ നിലയില് കാശ് കുറെ ആവത്തില്ലേടി? അതാ പറഞ്ഞത്, അമ്മുമ്മ ആ കാശ് ഈ വീട് പണിയാൻ എടുത്താ മതി. ഓ എന്ന്? അല്ലാതെ പിന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാന്നോ? നല്ല കാര്യമായി. അമ്മ അത് മുഴുവൻ സ്വന്തം പെട്ടിയിലാക്കും. ഞങ്ങൾക്കൊന്നും ഒരു നയാ പൈസ തരത്തില്ല. കാശ് കിട്ടിയ അമ്മയുടെ സ്വഭാവം മാറുമെന്ന് അമ്മുമ്മയ്ക്ക് അറിഞ്ഞൂടായോ? കാശ് കിട്ടിയാലേ ആരുടെ സ്വഭാവമാടി മാറാത്തത്? അമ്മുമ്മ ഏതായാലും ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. എനിക്ക് ആ കൂട്ടത്തിൽ ആവശ്യം കൂടുതൽ. എന്റെ ചെറുക്കൻ എവിടെയും എത്തിയിട്ടില്ല. ഭർത്താവ് ഉള്ളതാണെങ്കിൽ അത് ഞാൻ പറയണ്ടല്ലോ. ആ പിന്നെ വിമലേച്ചിക്കാണെങ്കിൽ മോള് വലുതായി. സച്ചേട്ടൻ പിരിഞ്ഞു താമസിക്കുന്നതിൽ അത് നമ്മുടെ ആരുടെയും കുറ്റമല്ലല്ലോ, വിമലേച്ചിയുടെ കുറ്റമല്ലേ? നിനക്കേ നല്ല സഹോദര സ്നേഹമാണ്. പിന്നെ വിനീത, അവളെല്ലാം വേണ്ടെന്ന് വെച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, അവക്കെന്തിനാ കാശ്? എന്നാ പിന്നെ നീ ചെല്ല്, എനിക്ക് കുറച്ചധികം പണിയുണ്ട്. അപ്പൊ അമ്മുമ്മ ഞാൻ പറഞ്ഞത് എല്ലാം മനസ്സിലായിടി കൊച്ചുമോളെ, നീ ധൈര്യമായിട്ട് ചെല്ല്. 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാഹിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ ഉണ്ടാകുകിൽ 1000 പണം കയ്യിലുണ്ടാകുകിൽ 1000 പണം കയ്യിലുണ്ടാ എന്തോ ആയിക്കോട്ടെ.